ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നത്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രാഥമിക അറിവ് അങ്ങനെയാണ്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ അതിലെ സ്വർണ്ണപ്പാളി അത് ഇളക്കിയെടുത്ത് ബാംഗ്ലൂരിൽ ആർക്കോ മറിച്ചു വിറ്റു എന്നുള്ള കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് പറയുന്നു. അതെ, ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ കൊള്ളക്കാര് ശബരിമലയിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി വിറ്റു. ഏതോ കാശുകാരന് വിറ്റു. അതാണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഈ ആരോപണം ശരിയാണെങ്കിൽ എത്രയോ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ശബരിമലയിൽ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ശബരിമലയിൽ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം ഭക്തരെ അവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതാണ്. ശ്രീകോവിലിന്റെ ഭാഗമാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ. അതാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്നാണ് സ്ഥിതി. പാവനമായ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊരു സംശയം മറ്റൊരു പത്രം ഉന്നയിച്ചിട്ടുണ്ട്. ഭഗവാനെ, എന്തൊക്കെയാണ് ശബരിമലയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നടക്കുക? ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവും ശരിവെക്കുകയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം പലരിലേക്കും ഉന്നതങ്ങളിലേക്ക് നീങ്ങും. പലരും കുടുങ്ങും. ഇപ്പൊ തന്നെ ദേവസ്വം വകുപ്പും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും അക്ഷാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അവർക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? മന്ത്രിക്ക് പറ്റുമോ? മന്ത്രി സ്വർണ്ണപ്പാളികൾ വിറ്റു എന്നാലും പറയുന്നില്ല. പക്ഷേ ഇത് മന്ത്രി അറിയാതിരിക്കുമോ? അല്ലെ പിന്നെ എന്ത് മന്ത്രിയാ? ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചു മാറ്റിയിട്ട് അത് മന്ത്രി അറിഞ്ഞില്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല, പ്രസിഡന്റ് അറിഞ്ഞില്ല, സെക്രട്ടറി അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഭരണമായത്? എങ്ങനെയാണ് നിങ്ങൾ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിയമസഭയിൽ വന്നിരുന്ന വീരസ്യം പറഞ്ഞാൽ പോരാ, വലിയ വർത്തമാനങ്ങൾ പറയും. കാര്യങ്ങൾ നന്നായിട്ട് നടത്താൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് മന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റിയെന്ന് പറയാൻ പറ്റുക. ഇപ്പൊ ഇവർക്കാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ പറ്റില്ല. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഇതിന്റെ അന്വേഷണം വളരെ മുകളിലോട്ട് പോകുന്നേ. പലരും കുടുങ്ങും, പലരും കമ്പി എണ്ണും. നിയമസഭയിൽ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ വെറുതെ ആകത്തേ ഉള്ളൂ. ഇത് വിപണി മൂല്യം കണക്കാക്കിയുള്ള ഒരു കച്ചവടമായിരിക്കില്ല നടന്നത്. അതായത് ഇത് ശ്രീകോവിലിന്റെ ഭാഗമാണല്ലോ. വസ്തു ശ്രീകോവിലിലെ ഒരു ഭിത്തിയുടെ പാളിയാണ്. അതിന് വിശ്വാസപരമായിട്ടൊരു പാവനത്വമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. വെറും സ്വർണമല്ലത്. ശബരിമല അയ്യപ്പൻ ശനീശ്വരനാണ്. അദ്ദേഹത്തിന്റെ ശ്രീകോവിലിലെ ഈ പാളികൾ വീട്ടിൽ വെച്ചാൽ ശനിദോഷം അകലും, അതുപോലെ ഐശ്വര്യം കൈവരും. ഇതൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് ഈ കച്ചവടം നടന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്താണോ കൂടുതൽ പേർക്ക് കൊടുത്തോ എന്നുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാവും. അല്ലാതെ കുറച്ച് സ്വർണം എന്ന നിലയിൽ മാത്രമല്ല. അയ്യപ്പന്റെ സ്വർണം, അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഭാഗമായിരുന്ന സ്വർണം, വിശ്വാസപരമായിട്ട് വലിയ മൂല്യങ്ങളുള്ള സ്വർണം, അത് ഈ രൂപ കൊണ്ട് വിലയിടാൻ പറ്റില്ല. അപ്പൊ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്തായിരിക്കണത് വാങ്ങിയത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഒരുപക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോഴായിരിക്കും ലഭിക്കുക. ഇനി ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെച്ചിട്ട് കൈ കഴുകാനായിരിക്കും സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ ശ്രമിക്കുക. ഒരു പ്രതി ഉണ്ടല്ലോ, ഈ പോറ്റി എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനൊന്നും ഒരു സ്പോൺസർ മാത്രമാണ്. അയാൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഉദ്യോഗസ്ഥര്, ഉന്നതന്മാര്, സർക്കാരിലെ ഉന്നതന്മാര്, ഇവരെയൊക്കെ അറിയാതെ ഇതെങ്ങനെയാണ് സംഭവിക്കുക? അത് പോക്കറ്റിൽ കൊണ്ടുപോകാവുന്ന ഒന്നല്ല. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതുമല്ല. ആരുടെയൊക്കെ എത്ര കടമ്പകൾ കടന്നു വേണം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാൻ. അപ്പം അത് വിജയകരമായിട്ട് നടത്തിയെങ്കിൽ ഓരോ കടമ്പയിലും അവർക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള സഹായം ലഭിച്ചു എന്ന് വ്യക്തമാണ്. അതാരൊക്കെയാണ് നൽകിയത്? ആരൊക്കെയാണ് സഹായിച്ചത്? അതൊക്കെ ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് പുറത്തേക്ക് വരും. അപ്പോഴറിയാം അയ്യപ്പന്റെ മുതൽ കട്ടത് ആരൊക്കെയാണെന്ന്. ഈ ശബരിമലയിൽ നടന്ന ഈ കച്ചവടങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ശബരിമലയെ വികസിപ്പിക്കാൻ, രക്ഷിക്കാൻ നമ്മുടെ സർക്കാർ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ ശബരിമലയിൽ അല്ലെങ്കിൽ പമ്പയില് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ
എന്തോ ഒരു ഇരട്ടത്താപ്പായിരുന്നു ഈ സർക്കാരിൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാകുക. ഒരു സ്ഥലത്ത് കൊള്ള നടക്കുക, ഭഗവാന്റെ മുതൽ അടിച്ചുകൊണ്ട് പോവുക, കൊണ്ട് പുറത്ത് വിൽക്കുക, വിൽക്കുന്നതിന് മുമ്പായിട്ട് പല ഉന്നതരുടെ വീടുകളിൽ കൊണ്ടുപോയി അവിടെ പൂജ നടത്തിയിട്ട് അതിന് പണം വാങ്ങുക. അതേസമയം ഗവൺമെന്റ് ഇപ്പുറത്ത് പമ്പയിൽ ആഗോള സംഗമം നടക്കുക, NSSനെയും SNDP ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷം ശബരിമലയുടെ പേരിൽ. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞപ്പോഴ് പലരും അതിനെ എതിർത്തു. ഇപ്പൊ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വ്യക്തമായി വരിക. എന്തായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം? അത് ഈ ശബരിമലയിൽ നടന്ന കൊള്ള അത് മറച്ചു വെക്കാനായിരുന്നു. അതൊക്കെ ഇനി വിശദമായ അന്വേഷണത്തിന്റെ ഫലമായിട്ട് മനസ്സിലാകേണ്ടതാണ്. ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ വിറ്റതാണെന്ന് ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരാവശ്യം. രണ്ടാമത്തേത് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡ് ഇരുന്നിട്ട് എന്താ കാര്യം? അവർക്ക് ഇതിന്റെ ഉത്തരവാദിത്വമില്ലേ? അവരിനി ചെയ്യാൻ പോകുന്നത് എന്താ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളെ ഇതിന്റെ എല്ലാ ഉത്തരവാദികളായിക്കൊണ്ട് പോലീസ് ഒരു കേസ് കൊടുക്കും, എന്നിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ബോർഡിനെ ഒഴിവാക്കണം. ബോർഡ് നിലവിലുള്ളപ്പോൾ അന്വേഷണം നടത്തുന്നത് ശരിയല്ല. അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. ഇന്നലെ ഒരു ദിവസത്തെ സമ്മേളനം വെട്ടിക്കുറച്ച് ഇന്നലെ സഭ പിരിഞ്ഞു. അവിടെ ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാ, നമുക്ക് ഒരു ദിവസം 2 മണിക്കൂർ ചർച്ച ചെയ്ത് ആ കച്ചവടം അവിടെ അവസാനിപ്പിക്കാം, ആ അധ്യായം അവിടെ തീർക്കാം എന്നായിരുന്നു ഇവിടെ നിലപാട്. പക്ഷെ പ്രതിപക്ഷം നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും എതിരായിട്ട്. എന്നിട്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത്? പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. പതിവില്ലാത്തതുപോലെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ മുമ്പിൽ നിർത്തുക. സർ, ഇത് എവിടുത്തെ പതിവാണ് സർ? നേരത്തെ ആകെ 2 വനിതാ വാച്ച് ആൻഡ് വാർഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 8-10 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവര് എന്തിനു വേണ്ടിയാണ് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്? പ്രതിപക്ഷത്തെ 2 വനിതാ MLA വരാനുള്ളത്. ഒന്ന് ഉമാ തോമസ്. ഉമാ തോമസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി തന്നെ, നമ്മുടെ MP രാജേഷാണെന്ന് തോന്നുന്നു, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയ. പിന്നെ KK രമയ, അവരാരും അങ്ങനെ നടുത്തളത്തിൽ ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ മാറി നിൽക്കും. അവരെ പ്രതിരോധിക്കാനാണോ ഈ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ രംഗത്തിറക്കിയത്? അതിന് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലേ? സർ, ഇത് ശരിയാണോ? ഇങ്ങനെ വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കാമോ? കയറൂരി വിടാമോ? നിയമസഭയിൽ ഒത്തിരി വർഷം റിപ്പോർട്ടുകൾ നടത്തിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയുക, LDF ആണെങ്കിലും UDF ആണെങ്കിലും നിയന്ത്രിക്കാനാവാത്ത അവസരത്തിൽ മാത്രമേ വാച്ച് ആൻഡ് വാർഡിനെ താഴേക്ക് ഇറക്കാറുള്ളൂ. അവരല്ലെങ്കിൽ അവിടെ സന്നദ്ധരായിട്ട് നിൽക്കത്തേ ഉള്ളൂ. G. കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന കാലത്ത് ഒരു സന്ദർഭത്തിലും വാച്ച് ആൻഡ് വാർഡ് നടുത്തളത്തിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് 2014 ഡിസംബർ 2 N. ശക്തൻ എന്ന ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം സഭയിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ശിവൻകുട്ടി മന്ത്രി, മുമ്പ് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, ഇവരുടെ നേതൃത്വത്തിൽ 5 പേര് സ്പീക്കറുടെ ഡൈസിലേക്ക് കയറി വന്നു. അന്നേരവും വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചില്ല. ചീഫ് മാർഷൽ മാത്രം പതിവ് പോലെ സ്പീക്കറുടെ അടുത്തുണ്ടായിരുന്നു. അവർ ചീഫ് മാർഷലിനെ തള്ളി മാറ്റി. എന്നിട്ട് ശിവൻകുട്ടി മന്ത്രി സ്പീക്കറുടെ മൈക്ക് കടന്നെടുത്തിട്ട്, ബാർക്കോഴ വിഷയമായിട്ടായിരുന്നു അന്നത്തെ ഈ സംഘർഷം, സ്പീക്കറുടെ മൈക്ക് തട്ടിയെടുത്തിട്ട് മാണി രാജിവെക്കണമെന്ന് സ്പീക്കറുടെ മൈക്കിലൂടെ മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ടും ശക്തൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചില്ല. സാധാരണഗതിയിൽ വാച്ച് ആൻഡ് വാർഡിന്റെ ആവശ്യം വരുമ്പോൾ ആ സ്വിച്ച് അമർത്തുകയാണ് പതിവ്. അത് ചീഫ് മാർഷലിന്റെ മുറിയിൽ തൊട്ടുപുറയിൽ ഒരു മുറിയുണ്ട്, അവിടെ കേൾക്കും. അപ്പോഴാണ് വാച്ച് ആൻഡ് വാർഡ് പുറത്തേക്ക് വരിക. ഇപ്പോഴങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടോ, അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ പ്രതിപക്ഷം നടുത്തളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ തന്നെ സ്പീക്കറുടെ പിന്നിലെ വാതിൽ തുറന്ന് വാച്ച് ആൻഡ് വാർഡ് ചാടി വീഴുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവിടെ അന്നേരത്തെ ഭാവം കണ്ടാൽ അതിർത്തി കടന്നു വരുന്ന ഏതോ ശത്രു സൈന്യത്തിനെതിരെ പോരാടാൻ തുടക്കത്തിൽ പോവുകയാണെന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ സർ, എങ്ങനെയാണ് ഈ ചീഫ് മാർഷല് നടുത്തളത്തിൽ വരുന്നത്? സ്പീക്കർ സാബ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം ഇതിന്റെ എല്ലാം അധിപനാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ നടുത്തളത്തിൽ ഇറങ്ങാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അതല്ല സർ. സ്പീക്കറാണ് സഭയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആള്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സമീപത്തു നിന്ന് അദ്ദേഹം മാറാൻ പാടില്ല. അതാണ് ചീഫ് മാർഷൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മാർഷലിന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണോ ഇന്നലെ നടന്നത്? ഇന്നലെ എന്തുകൊണ്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങി? KM മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷം നടത്തിയ ആ കാളികുളിത്തര ഓർമ്മയുണ്ടല്ലോ. അന്ന് സ്പീക്കറുടെ കസേര കൊണ്ട് അവിടെ ഇടുമ്പോൾ അത് വലിച്ചു മാറ്റാൻ അന്ന് പ്രതിപക്ഷം ശ്രമിച്ചു.
കണ്ട കാര്യം ഓർമ്മയിൽ നിന്ന് കൃത്യമായിട്ട് പറയുക. ആ കസേര പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ ചീഫ് മാർഷൽ അൻവിൻ ആന്റണി, ഇന്ത്യക്ക് വേണ്ടി ദേശീയ ബാസ്കറ്റ്ബോൾ ടീമിൽ കളിച്ചിട്ടുള്ള ആളായിരുന്നു. അൻവിൻ ആന്റണിയുടെ കഴുത്തിന് പിടിച്ച് പ്രതിപക്ഷ അംഗങ്ങള് തള്ളി ഉയർത്തി. എന്നിട്ട് പോലും അദ്ദേഹം കസേര വിടാതെ നിന്നു. കാരണം ആ കസേരയുടെയും ആ കസേരയിൽ ഇരിക്കുന്ന ആളിന്റെയും സംരക്ഷകരാണ് ആര്? ചീഫ് മാർഷൽ. അല്ലാതെ പ്രതിപക്ഷം ഡയസിലേക്ക് കയറുന്ന തടയാൻ അവരുടെ ഇടയിൽ പോയി നിൽക്കേണ്ട ആളല്ല. മനസ്സിലായില്ലേ? ഇതിന്റെ പേരിൽ 3 കോൺഗ്രസ് MLA സസ്പെൻഡ് ചെയ്തു. സഭ ഇന്നലെ തീരുകയും ചെയ്തു. സർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിലെ ഈ വിഷയം വന്നപ്പോൾ ഭരണപക്ഷം അങ്ങേയറ്റത്തെ പരിഹാസത്തോടെയല്ലേ അതിനെ നേരിട്ടത്. ഭരണപക്ഷിക്ക് വലിയ അംഗബലമുണ്ട്, 99 അംഗങ്ങളുണ്ട്. അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെ ന്യൂനപക്ഷമായ പ്രതിപക്ഷം ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ പരിഹസിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്നലത്തെ സ്വർണ്ണമെഡല് നമ്മുടെ PP ചിത്തരഞ്ജന, ആലപ്പുഴ അംഗം, അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം, അതായത് ശബരിമല പ്രശ്നം ഉന്നയിച്ച പ്രതിപക്ഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഉപമ, അതോ ഉൾപ്രേക്ഷയാണോ, അത് അങ്ങോട്ട് കാച്ചി. അത് എൻ്റെ ഒറിജിനൽ ഇവിടെ പറയാൻ എനിക്ക് നാണമുണ്ട്. കാരണം ഇത് ധാരാളം പേര് കാണുന്നതാ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അല്പം മാറ്റി പറയാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്, 2 കൈയും ഇല്ലാത്ത ഒരാളിന്, അതായത് ഒരു ഭിന്നശേഷിക്കാരന്, നമ്മളിപ്പോൾ വികലാംഗൻ എന്ന് പോലും പറയാൻ പാടില്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റാ. അതുകൊണ്ടാണ് 2 കൈകളും ഇല്ലാത്ത ഒരാളിന്റെ പിൻഭാഗത്ത്, അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കേ 4 പേര് കൂടി നിൽക്കുന്നിടത്ത് പറയാൻ പറ്റാത്തതാണ് ചിത്തരഞ്ജൻ സാറ് സഖാവ് ഇന്നലെ നിയമസഭയിൽ എഴുന്നള്ളിച്ചത്. ആ 2 കൈയുമില്ലാത്ത ആളിന്റെ ആ പിൻഭാഗത്ത് ഉറുമ്പ് കയറി കടിച്ചാൽ എന്താണോ അവസ്ഥ, അതാണ് പ്രതിപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന്. സർ, ഉപമയും ഉൾപ്രേക്ഷയൊക്കെ നല്ലതാ. അതൊക്കെ വെച്ച് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുക, അതൊക്കെ സഭയിൽ നടക്കുന്നതാ. അതൊന്നും വലിയ കുറ്റമല്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് സാർ അതിന് പാവം ഭിന്നശേഷിക്കാരന്റെ സഹായം തേടിയത്? അല്ലെങ്കിൽ അയാളെ പറ്റി എന്തിനാണ് സാർ പറയുന്നത്? അവരെ എന്തിനാണ് ബഹുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ, ഇതാണോ നിങ്ങളുടെയൊക്കെ മര്യാദ? ഇതാണോ സഭയിൽ പ്രസംഗിക്കുന്നതിന്റെ രീതി? അപ്പൊ അതിന് ആസ്വാദനമായിട്ട് മുഴുവൻ ഭരണകക്ഷികളും, എന്നിട്ട് തന്റെ ആ പ്രയോഗത്തിലെ ആ ഒരു സ്വാരസ്യം ഓർത്ത് സ്വയം ചിരിക്കുന്ന ചിത്തരഞ്ജനെയും നമുക്ക് കാണാമായിരുന്നു. മനോഹരമായ കാവ്യഭാവന, ഉന്നതമായ ചിന്ത, അലങ്കാര പ്രയോഗത്തിലെ പ്രാവീണ്യം, അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായിരുന്നു നമ്മുടെ ചിത്തരഞ്ജൻ സഖാവിന്റെ ആ ഒരു പ്രയോഗം. പക്ഷേ ഈ പ്രയോഗങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്നലത്തെ നിർബന്ധം എങ്ങനെയെങ്കിലും ബാനറുകൾ പിടിച്ചു വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പ്രസംഗിക്കും. ചിത്തരഞ്ജനെ പോലെയുള്ളവരാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാദങ്ങളാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിലെ ഉയരം കുറഞ്ഞ ഒരാളെ ഞാൻ പരിഹസിച്ചത്. ഉയരം കുറഞ്ഞൊരു കുറ്റമാണോ സർ? ആ അംഗം 8.25 അട്ടിവെച്ച പോലാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ ചിത്തരഞ്ജന് ആയിക്കൂടെ? കൃത്യമായി പറഞ്ഞാല് അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കരുത്. അത് ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അദ്ദേഹത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ മലയാളം സർവകലാശാലയുടെയോ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ആ വഴിക്ക് ഭാഷ കൂടുതൽ സമ്പുഷ്ടമാവട്ടെ.